നമുക്ക് പി എച്ച് എന്താണെന്ന് മനസ്സിലാക്കാം. പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് പി എച്ച്. വ്യവസ്ഥാപിതമായൊരു രീതിയുണ്ട് പി എച്ച് അളക്കാനായിട്ട്. 0 മുതൽ 14 വരെയുള്ള അക്കങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പി എച്ചിനെ നമ്മൾ വിശദീകരിക്കുക. അപ്പോൾ 1 മുതൽ 7 വരെയുള്ളത് അസിഡിക് അല്ലെങ്കിൽ അമ്ലത്വം കൂടുതലുള്ള അമ്ല സ്വഭാവമുള്ള പി എച്ച് എന്ന് പറയുന്നു. അതുപോലെ തന്നെ 7 മുതൽ 14 വരെ പോകുന്നത് ക്ഷാര സ്വഭാവം ആൽക്കലൈൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ നമ്മൾ പെടുത്തേണ്ടതാണ്. കേരളത്തിലെ ജലത്തിൽ സാധാരണ അല്പം അമ്ല സ്വഭാവമുള്ള പി എച്ച് ആണ് കാണാറ്. ഇതിന് പ്രധാന കാരണം കേരളത്തിൻ്റെ അടിസ്ഥാന പാറകൾ മണ്ണിനും ഒക്കെ തന്നെ കുറച്ച് അമ്ല സ്വഭാവമുള്ളത് കൊണ്ട് അത്തരം പാറകളിൽ നിന്നും ഉത്ഭവിച്ചു വരുന്ന ജലത്തിനും ആ അമ്ല സ്വഭാവം സാധാരണയായിട്ട് കാണാറുണ്ട്. ജലത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കുടിവെള്ളത്തിൻ്റെ പി എച്ച് അത് ആസിഡിക് ആണോ ആൽക്കലൈൻ ആണോ എന്നുള്ളത് വളരെ ലളിതമായ ഒരു ടെസ്റ്റ് വഴി നമുക്ക് കണ്ടെത്താം. പി എച്ച് എന്ന വാട്ടർ ക്വാളിറ്റി പാരാമീറ്റർ വാട്ടർ ക്വാളിറ്റി ടെസ്റ്റിംഗ് ഉപയോഗിച്ച് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നതെന്നാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ടെസ്റ്റ് ചെയ്യാനായിട്ട് കിറ്റിൽ pH1 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു റിയേജൻറ്റും അതിൻ്റെ പുറകിലായി അത് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ചാർട്ടും തന്നിട്ടുണ്ട്. ഇത് കൂടാതെ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ടെസ്റ്റിംഗ് ബോട്ടിൽ അതിന് നമ്പർ 1 എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്, ഒരു മെഷറിംഗ് സിലിണ്ടർ, ഡ്രോപ്പർ, ഇത്രയുമാണ് കിറ്റിൽ നമുക്ക് തന്നിരിക്കുന്നത്. ടെസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പായി ആദ്യം ടെസ്റ്റിംഗ് ബോട്ടിൽ, മെഷറിംഗ് സിലിണ്ടർ, ഡ്രോപ്പർ എന്നിവ ശുദ്ധമായ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കണം. ഇവ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ടെസ്റ്റ് ചെയ്യാനുള്ള സാമ്പിൾ അത് നന്നായി കുലുക്കിയതിന് ശേഷം അതുപയോഗിച്ച് ഇവ 3ഉം റിൻസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ടെസ്റ്റ് ചെയ്യാനുള്ള സാമ്പിൾ ഉപയോഗിച്ച് നമ്പർ 1 എന്ന് പറയുന്ന ബോട്ടിൽ റിൻസ് ചെയ്യുക. അതിനുശേഷം സാമ്പിൾ ഉപയോഗിച്ച് മെഷറിംഗ് സിലിണ്ടർ റിൻസ് ചെയ്യുക. ഡ്രോപ്പറും റിൻസ് ചെയ്യുക. പി എച്ച് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി 10 ml സാമ്പിളാണ് നമുക്ക് ആവശ്യം. 10 ml സാമ്പിൾ മെഷറിംഗ് സിലിണ്ടറിൽ അളന്ന് എടുക്കണം. ml മെഷർ ചെയ്ത് എടുക്കുമ്പോൾ മെഷറിംഗ് സിലിണ്ടറിൽ 10 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന വരയുടെ അതേ ലെവലിലാണ് വെള്ളത്തിൻ്റെ കുഴി വരുന്ന ഭാഗം കാണുന്നതെന്ന് ഉറപ്പാക്കുക. അതിനുശേഷം 10 ml സാമ്പിൾ ടെസ്റ്റിംഗ് ബോട്ടിലേക്ക് ഒഴിക്കുക. pH1 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന റിയേജൻ ബോട്ടിൽ നന്നായി കുലുക്കിയതിന് ശേഷം 4 തുള്ളി റിയേജൻ്റ് ആണ് ഒഴിക്കേണ്ടത്. ഇനി സാമ്പിൾ നന്നായി മിക്സ് ചെയ്യുക. ഇപ്പോൾ സാമ്പിളിന് ഒരു കളർ വന്നിട്ടുണ്ട്. ആ കളർ pH1 എന്ന് പറയുന്ന റിയേജൻ ബോട്ടിലിൻ്റെ പുറകിൽ കൊടുത്തിരിക്കുന്ന ചാർട്ടുമായി കമ്പയർ ചെയ്ത് നമ്മുടെ സാമ്പിളിൻ്റെ pH എത്രയാണെന്ന് കണ്ടെത്താവുന്നതാണ്. ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്പർ 1 എന്ന് പറയുന്ന ടെസ്റ്റിംഗ് ബോട്ടിൽ നന്നായി ശുദ്ധജലം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കുക. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൻ്റെ മാനദണ്ഡം പ്രകാരം കുടിവെള്ളത്തിന് ആവശ്യം വേണ്ട pH മൂല്യം 6.5-നും 8.5-നും ഇടയ്ക്കാണ്. ഈ റേഞ്ചിലല്ലാത്ത കുടിവെള്ളം ദീർഘകാലം ഉപയോഗിക്കുന്നത് ആരോഗ്യകരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ pH മൂല്യത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് അത്യാവശ്യമാണ്. pH മൂല്യം കുറവാണെങ്കിൽ, അതായത് അമ്ലത സ്വഭാവം കാണിക്കുന്ന ജലസ്രോതസ്സാണെങ്കിൽ കിണറുകളിലും മറ്റും നമുക്ക് ചെയ്യാവുന്നത് ഒരു 1/2 കിലോ കുമ്മായം കഴുകി വൃത്തിയാക്കിയ മണലും ചേർത്ത് തോർത്തുമുണ്ടിൽ കിഴികെട്ടി കിണറിലേക്ക് ഇടുക എന്നുള്ളതാണ്. അത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇളക്കി കൊടുക്കുന്നത് ആ കുമ്മായം ജലത്തിൽ ലയിക്കാനും pH മൂല്യത്തിനെ ഉയർത്തുന്നതിനും സഹായകമാകും.
കേരളത്തിലെ ഒട്ടുമിക്ക കിണറുകളിലും അമ്ല സ്വഭാവം കാണിക്കുന്ന ജലമാണ് കണ്ടുവരുന്നത്. എന്നാൽ വളരെ അപൂർവമായി ക്ഷാര സ്വഭാവവും കണ്ടുവരുന്നു. അങ്ങനെയുണ്ടെങ്കിൽ കൂടുതലും ശൂന്യമായി കിടക്കുന്ന കിണറുകളിലും ആണ് ഈ ക്ഷാര സ്വഭാവം കണ്ടുവരുന്നത്. അതിലുള്ള ജൈവമാലിന്യങ്ങളെ മാറ്റുകയും കിണർ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നതിലൂടെ ഒരു പരിധിവരെ നമുക്ക് ആ pH മൂല്യം കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും.